കശ്മീരിൽ സംഭവിച്ചത് അതിഭീകരമായ ആക്രമണമെന്നും നമ്മളെല്ലാവരും ഇതിൽ വേദനിക്കുന്നുവെന്നും CPIM മുതിർന്ന നേതാവ് ബൃന്ദ കാരാട്ട്. ഭീകരാക്രമണത്തിന് ശേഷം നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാതെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോയത് പരിഹാസ്യമാണ്. ഒഞ്ചിയം രക്തസാക്ഷി ദിനം 77ാം വാർഷിക അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബൃന്ദ കാരാട്ട്. ധീരരായ ഒഞ്ചിയം രക്തസാക്ഷികൾക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് 77ാം വാർഷിക രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണ യോഗം ആരംഭിച്ചത്. മുതിർന്ന CPIM നേതാവ് ബൃന്ദ കാരാട്ടാണ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തത്. രക്തസാക്ഷികൾ പ്രസ്ഥാനത്തിന്റെ കരുത്താണ്. ഇടതുപക്ഷ സർക്കാർ അഭിമാനകരമായ വളർച്ചയാണ് കൈവരിച്ചത്. അതിദാരിദ്ര്യം ഇല്ലാതാക്കുവാൻ ശക്തമായ ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തി. കാശ്മീരിലെ ഭീകരാക്രമണത്തിന് ശേഷം സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയത് നാണക്കേടാണെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. In the all-party meeting, the government spokesperson, the Prime Minister, was not present. He was busy in Bihar in the election campaign. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകിയത് ഒന്നാം EMS സർക്കാരാണ്. കേരളത്തിൽ ജനിച്ചതിൽ മലയാളികൾക്ക് ഒരുപാട് അഭിമാനിക്കാം. കാരണം പല സാമൂഹിക സൂചികകളിൽ കേരളം ഒന്നാമതാണ്. അനുസ്മരണ യോഗത്തിൽ മന്ത്രി K രാജൻ, CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, P മോഹനൻ മാസ്റ്റർ, P സതീദേവി, KK ലതിക, KK ബാലൻ മാസ്റ്റർ, VP രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാശ്മീരിലെ പഹൽഗാമിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് അനുസ്മരണ യോഗം സമാപിച്ചത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.